ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ക്ലാസ് 2024-25 ഏറ്റവും പ്രധാനപ്പെട്ട 30 കറണ്ട് അഫയേഴ്സിൻ്റെ റിവിഷൻ ക്ലാസ്സാണ്. അപ്പോൾ കറണ്ട് അഫയേഴ്സിൻ്റെ റിവിഷൻ ക്ലാസ് നമ്മൾ വീണ്ടും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഒരുപാട് വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരാണെങ്കിൽ അതിൻ്റെ പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് ശേഷം അതുകൂടി അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇതൊരു റിവിഷൻ ക്ലാസ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾ പഠിച്ചത് ഓർത്തെടുക്കാനായിട്ട് ഒരുപാട് ഉപകാരപ്പെടുന്ന ക്ലാസ് ആയിരിക്കും. അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം. 2024 54ാമത് ഓടക്കുഴൽ അവാർഡ് ലഭിച്ചത് 2024 54ാമത് ഓടക്കുഴൽ അവാർഡ് ലഭിച്ചത് ആർക്കാണ്? കെ അരവിന്ദാക്ഷൻ. നോവൽ ചോദിച്ചാൽ ഗോപ എന്ന നോവലിന് കെ അരവിന്ദാക്ഷനാണ് 2024 54ാമത് ഓടക്കുഴൽ അവാർഡ് ലഭിച്ചത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ഏറ്റവും വൃത്തിയുള്ള നഗരമായി 7ാം തവണയും പ്രഖ്യാപിക്കപ്പെട്ടത്. ഇന്ത്യയിലെ ഏറ്റവും വൃത്തിയുള്ള നഗരമായി 7ാം തവണയും പ്രഖ്യാപിക്കപ്പെട്ടത് ഏത് നഗരമാണ്? ഇൻഡോർ ആണ് ഇന്ത്യയിലെ ഏറ്റവും വൃത്തിയുള്ള നഗരമായി 7ാം തവണയും പ്രഖ്യാപിക്കപ്പെട്ടത്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, കേന്ദ്ര യുവജനകാര്യ തൊഴിൽ കായിക മന്ത്രി. കേന്ദ്ര യുവജനകാര്യ തൊഴിൽ കായിക മന്ത്രി ആരാണ്? മൻസുഖ് മാണ്ഡവ്യയാണ് കേന്ദ്ര യുവജനകാര്യ തൊഴിൽ കായിക മന്ത്രി. നാലാമത്തെ ക്വസ്റ്റ്യൻ, 2025 ലോക ജലദിന പ്രമേയം. 2025 ലോക ജലദിന പ്രമേയം എന്താണ്? ഹിമാനി സംരക്ഷണമാണ് 2025 ലോക ജലദിന പ്രമേയം. അപ്പോൾ ഒന്നുകൂടെ നോക്കാം. 2024 54ാമത് ഓടക്കുഴൽ അവാർഡ് ലഭിച്ചത് കെ അരവിന്ദാക്ഷൻ. നോവൽ ചോദിച്ചാൽ ഗോപ. ഇന്ത്യയിലെ ഏറ്റവും വൃത്തിയുള്ള നഗരമായി 7ാം തവണയും പ്രഖ്യാപിക്കപ്പെട്ടത് ഇൻഡോർ. കേന്ദ്ര യുവജനകാര്യ തൊഴിൽ കായിക മന്ത്രിയാണ് മൻസുഖ് മാണ്ഡവ്യ. 2025 ലോക ജലദിന പ്രമേയമാണ് ഹിമാനി സംരക്ഷണം. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, 2025 ലോക തണ്ണീർത്തട ദിന പ്രമേയം. 2025 ലോക തണ്ണീർത്തട ദിന പ്രമേയം എന്താണ്? നമ്മുടെ ഭാവിക്കായി തണ്ണീർത്തടങ്ങളെ സംരക്ഷിക്കുക എന്നതാണ് 2025 ലോക തണ്ണീർത്തട ദിന പ്രമേയം. ആറാമത്തെ ക്വസ്റ്റ്യൻ, കേരള ആസൂത്രണ ബോർഡ് വൈസ് ചെയർമാൻ. കേരള ആസൂത്രണ ബോർഡ് വൈസ് ചെയർമാൻ ആരാണ്? വി കെ രാമചന്ദ്രനാണ് കേരള ആസൂത്രണ ബോർഡ് വൈസ് ചെയർമാൻ. ഏഴാമത്തെ ക്വസ്റ്റ്യൻ, 2027 ആദ്യ ബിംസ്റ്റെക് ഗെയിംസിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം. 2027 ആദ്യ ബിംസ്റ്റെക് ഗെയിംസിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഏതാണ്? ഇന്ത്യയാണ് 2027 ആദ്യ ബിംസ്റ്റെക് ഗെയിംസിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം. എട്ടാമത്തെ ക്വസ്റ്റ്യൻ, സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഓൺലൈൻ സേവനങ്ങൾ പൗരന്മാരിലെത്തിക്കുന്ന മൊബൈൽ ആപ്ലിക്കേഷൻ. സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഓൺലൈൻ സേവനങ്ങൾ പൗരന്മാരിലെത്തിക്കുന്ന മൊബൈൽ ആപ്ലിക്കേഷനാണ് എം സേവനം എന്നതാണ് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഓൺലൈൻ സേവനങ്ങൾ പൗരന്മാരിലെത്തിക്കുന്ന മൊബൈൽ ആപ്ലിക്കേഷൻ. അപ്പോൾ 2025 ലോക തണ്ണീർത്തട ദിന പ്രമേയമാണ് നമ്മുടെ ഭാവിക്കായി തണ്ണീർത്തടങ്ങളെ സംരക്ഷിക്കുക. കേരള ആസൂത്രണ ബോർഡ് വൈസ് ചെയർമാനാണ് വി കെ രാമചന്ദ്രൻ. 2027 ആദ്യ ബിംസ്റ്റെക് ഗെയിംസിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യമാണ് ഇന്ത്യ. സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഓൺലൈൻ സേവനങ്ങൾ പൗരന്മാരിലെത്തിക്കുന്ന മൊബൈൽ ആപ്ലിക്കേഷനാണ് എം സേവനം. ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ, 2024 എന്ത് അന്താരാഷ്ട്ര വർഷമായിട്ടാണ് UN ആഘോഷിച്ചത്? 2024 എന്ത് അന്താരാഷ്ട്ര വർഷമായിട്ടാണ് UN ആഘോഷിച്ചത്? അന്താരാഷ്ട്ര ഒട്ടകവർഷം. അന്താരാഷ്ട്ര ഒട്ടകവർഷമായിട്ടാണ് 2024 UN ആഘോഷിച്ചത്. പത്താമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ഏറ്റവും വേഗത കൂടിയ സൂപ്പർ കമ്പ്യൂട്ടർ ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും വേഗത കൂടിയ സൂപ്പർ കമ്പ്യൂട്ടർ ഏതാണ്? ഐരാവതാണ് ഇന്ത്യയിലെ ഏറ്റവും വേഗത കൂടിയ സൂപ്പർ കമ്പ്യൂട്ടർ. 11ാമത്തെ ക്വസ്റ്റ്യൻ, 2024 കേരള ജ്യോതി പുരസ്കാരത്തിന് അർഹനായത്. 2024 കേരള ജ്യോതി പുരസ്കാരത്തിന് അർഹനായത് ആരാണ്? എം കെ സാനുവിനാണ് 2024 കേരള ജ്യോതി പുരസ്കാരം ലഭിച്ചത്. 12ാമത്തെ ക്വസ്റ്റ്യൻ, അറ്റോർണി ജനറൽ ഓഫ് ഇന്ത്യ ആരാണ്? ആർ വെങ്കിട്ടരമണിയാണ് നിലവിലെ ഇന്ത്യയുടെ അറ്റോർണി ജനറൽ. അപ്പോൾ 2024 എന്ത് അന്താരാഷ്ട്ര വർഷമായിട്ടാണ് UN ആഘോഷിച്ചത് എന്ന് ചോദിച്ചാൽ അന്താരാഷ്ട്ര ഒട്ടകവർഷം.
ഇന്ത്യയിലെ ഏറ്റവും വേഗത കൂടിയ സൂപ്പർ കമ്പ്യൂട്ടറാണ് ഐരാവത്. 2024 കേരള ജ്യോതി പുരസ്കാരത്തിന് അർഹനായത് MK സാനു. അറ്റോർണി ജനറൽ ഓഫ് ഇന്ത്യയാണ് R വെങ്കിട്ടരമണി. 13ാമത്തെ ക്വസ്റ്റ്യൻ, നീതി ആയോഗ് CEO. നീതി ആയോഗ് CEO ആരാണ്? BVR സുബ്രഹ്മണ്യം. BVR സുബ്രഹ്മണ്യമാണ് നിലവിലെ നീതി ആയോഗ് CEO. 14ാമത്തെ ക്വസ്റ്റ്യൻ, ഓസ്ട്രേലിയൻ ദേശീയ ദിനത്തോടനുബന്ധിച്ച് നൽകുന്ന മെഡൽ ഓഫ് ദി ഓർഡർ ഓഫ് ഓസ്ട്രേലിയ ബഹുമതി 2024 ലഭിച്ച മലയാളി. ഓസ്ട്രേലിയൻ ദേശീയ ദിനത്തോടനുബന്ധിച്ച് നൽകുന്ന മെഡൽ ഓഫ് ദി ഓർഡർ ഓഫ് ഓസ്ട്രേലിയ ബഹുമതി 2024 ലഭിച്ച മലയാളി ആരാണ്? ഡോക്ടർ കുരുവിള മാത്യു. ഡോക്ടർ കുരുവിള മാത്യുവിനാണ് ഓസ്ട്രേലിയൻ ദേശീയ ദിനത്തോടനുബന്ധിച്ച് നൽകുന്ന മെഡൽ ഓഫ് ദി ഓർഡർ ഓഫ് ഓസ്ട്രേലിയ ബഹുമതി 2024 ലഭിച്ചത്. 15ാമത്തെ ക്വസ്റ്റ്യൻ, 2028 സമ്മർ ഒളിമ്പിക്സ് വേദി. 2028 സമ്മർ ഒളിമ്പിക്സ് വേദി എവിടെയാണ്? ലോസ് ഏഞ്ചൽസ്, USA. USA ലോസ് ഏഞ്ചൽസിലാണ് 2028 സമ്മർ ഒളിമ്പിക്സ് നടക്കുന്നത്. 16ാമത്തെ ക്വസ്റ്റ്യൻ, 2025 6ാമത് ബിംസ്റ്റെക് ഉച്ചകോടിയുടെ വേദി. 2025 6ാമത് ബിംസ്റ്റെക് ഉച്ചകോടിയുടെ വേദി എവിടെയാണ്? തായ്ലൻഡ്. തായ്ലൻഡിലാണ് 2025 6ാമത് ബിംസ്റ്റെക് ഉച്ചകോടി നടക്കുന്നത്. അപ്പോൾ നീതി ആയോഗ് CEO ആണ് BVR സുബ്രഹ്മണ്യം. ഓസ്ട്രേലിയൻ ദേശീയ ദിനത്തോടനുബന്ധിച്ച് നൽകുന്ന മെഡൽ ഓഫ് ദി ഓർഡർ ഓഫ് ഓസ്ട്രേലിയ ബഹുമതി 2024 ലഭിച്ച മലയാളിയാണ് ഡോക്ടർ കുരുവിള മാത്യു. 2028 സമ്മർ ഒളിമ്പിക്സ് വേദിയാണ് ലോസ് ഏഞ്ചൽസ്, അമേരിക്ക. 2025 6ാമത് ബിംസ്റ്റെക് ഉച്ചകോടിയുടെ വേദി തായ്ലാൻഡ്. 17ാമത്തെ ക്വസ്റ്റ്യൻ, ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ഫെയ്ഞ്ചൽ ചുഴലിക്കാറ്റിന് പേര് നൽകിയ രാജ്യം. ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ഫെയ്ഞ്ചൽ ചുഴലിക്കാറ്റിന് പേര് നൽകിയ രാജ്യമാണ് സൗദി അറേബ്യ. സൗദി അറേബ്യയാണ് ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ഫെയ്ഞ്ചൽ ചുഴലിക്കാറ്റിന് പേര് നൽകിയ രാജ്യം. 18ാമത്തെ ക്വസ്റ്റ്യൻ, 2024 ഓഗസ്റ്റിൽ ഏത് രാജ്യമാണ് റൈറ്റ് ടു ഡിസ്കണക്ട് എന്ന നിയമം നടപ്പിലാക്കിയത്? 2024 ഓഗസ്റ്റിൽ ഏത് രാജ്യമാണ് റൈറ്റ് ടു ഡിസ്കണക്ട് എന്ന നിയമം നടപ്പിലാക്കിയത്? ഓസ്ട്രേലിയ. ഓസ്ട്രേലിയയാണ് 2024 ഓഗസ്റ്റിൽ റൈറ്റ് ടു ഡിസ്കണക്ട് എന്ന നിയമം നടപ്പിലാക്കിയത്. സംസ്ഥാന പതാകയുള്ള ഏക ദക്ഷിണേന്ത്യൻ സംസ്ഥാനം. സംസ്ഥാന പതാകയുള്ള ഏക ദക്ഷിണേന്ത്യൻ സംസ്ഥാനം ഏതാണ്? കർണാടക. കർണാടകയാണ് സംസ്ഥാന പതാകയുള്ള ഏക ദക്ഷിണേന്ത്യൻ സംസ്ഥാനം. അപ്പോൾ ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ഫെയ്ഞ്ചൽ ചുഴലിക്കാറ്റിന് പേര് നൽകിയ രാജ്യമാണ് സൗദി അറേബ്യ. 2024 ഓഗസ്റ്റിൽ ഏത് രാജ്യമാണ് റൈറ്റ് ടു ഡിസ്കണക്ട് എന്ന നിയമം നടപ്പിലാക്കിയത്? ഓസ്ട്രേലിയ. സംസ്ഥാന പതാകയുള്ള ഏക ദക്ഷിണേന്ത്യൻ സംസ്ഥാനമാണ് കർണാടക. 20ാമത്തെ ക്വസ്റ്റ്യൻ, സംസ്ഥാനത്ത് ആദ്യമായി ഒരു ജില്ലാ കളക്ടറുടെ ഡഫേദാർ അഥവാ ശിപ്പായി തസ്തികയിൽ എത്തിയ പവർ ലിഫ്റ്റിംഗ് ദേശീയ ചാമ്പ്യൻ. സംസ്ഥാനത്ത് ആദ്യമായി ഒരു ജില്ലാ കളക്ടറുടെ ഡഫേദാർ അഥവാ ശിപ്പായി തസ്തികയിൽ എത്തിയ പവർ ലിഫ്റ്റിംഗ് ദേശീയ ചാമ്പ്യനാണ് K. സിജി. K. സിജിയാണ് സംസ്ഥാനത്ത് ആദ്യമായി ഒരു ജില്ലാ കളക്ടറുടെ ഡഫേദാർ അഥവാ ശിപ്പായി തസ്തികയിൽ എത്തിയ പവർ ലിഫ്റ്റിംഗ് ദേശീയ ചാമ്പ്യൻ. 21ാമത്തെ ക്വസ്റ്റ്യൻ, മൻമോഹൻ സിംഗ് അന്തരിച്ചതെന്ന്. മൻമോഹൻ സിംഗ് അന്തരിച്ചത് എന്നാണ്? 2024 ഡിസംബർ 26. 2024 ഡിസംബർ 26-നാണ് മൻമോഹൻ സിംഗ് അന്തരിച്ചത്. 22ാമത്തെ ക്വസ്റ്റ്യൻ, 2025 ബ്രിക്സ് ഉച്ചകോടിക്ക് വേദിയാകുന്നത്. 2025 ബ്രിക്സ് ഉച്ചകോടിക്ക് വേദിയാകുന്നത്? ഉത്തരം ബ്രസീൽ. ബ്രസീലിലാണ് 2025 ബ്രിക്സ് ഉച്ചകോടി നടക്കുന്നത്. അപ്പോൾ സംസ്ഥാനത്ത് ആദ്യമായി ഒരു ജില്ലാ കളക്ടറുടെ ഡഫേദാർ അഥവാ ശിപ്പായി തസ്തികയിൽ എത്തിയ ആദ്യ പവർ ലിഫ്റ്റിംഗ് ദേശീയ ചാമ്പ്യനാണ് K. സിജി. മൻമോഹൻ സിംഗ് അന്തരിച്ചത് 2024 ഡിസംബർ 26. 2025 ബ്രിക്സ് ഉച്ചകോടിക്ക് വേദിയാകുന്നത് ബ്രസീൽ. 23ാമത്തെ ക്വസ്റ്റ്യൻ, മരണാനന്തര ബഹുമതിയായി 2025 പത്മവിഭൂഷൺ നേടിയ മലയാള സാഹിത്യകാരൻ. മരണാനന്തര ബഹുമതിയായി 2025 പത്മവിഭൂഷൺ നേടിയ മലയാള സാഹിത്യകാരൻ ആരാണ്? MT വാസുദേവൻ നായർ. MT വാസുദേവൻ നായർക്കാണ് മരണാനന്തര ബഹുമതിയായി 2025 പത്മവിഭൂഷൺ ലഭിച്ചത്. 24ാമത്തെ ക്വസ്റ്റ്യൻ, 2025 അർജുന അവാർഡ് നേടിയ മലയാളി നീന്തൽ താരം. 2025 അർജുന അവാർഡ് നേടിയ മലയാളി നീന്തൽ താരം ആരാണ്? സാജൻ പ്രകാശ്. സാജൻ പ്രകാശാണ് 2025 അർജുന അവാർഡ് ലഭിച്ച മലയാളി നീന്തൽ താരം. 25ാമത്തെ ക്വസ്റ്റ്യൻ, 54ാമത് കേരള ചലച്ചിത്ര പുരസ്കാരം നേടിയ മികച്ച ചിത്രം. 54ാമത് കേരള ചലച്ചിത്ര പുരസ്കാരം നേടിയ മികച്ച ചിത്രമാണ് കാതൽ.
കാതൽ ആണ് 54ാമത് കേരള ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച ചിത്രത്തിനുള്ള പുരസ്കാരം നേടിയത്. 26ാമത്തെ ക്വസ്റ്റ്യൻ. 2025 റംസാർ പട്ടികയിൽ ഉൾപ്പെടുത്തിയ ഉദ്വ തടാകം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം. 2025 റംസാർ പട്ടികയിൽ ഉൾപ്പെടുത്തിയ ഉദ്വ തടാകം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനമാണ് ജാർഖണ്ഡ്. ജാർഖണ്ഡിലാണ് 2025 റംസാർ പട്ടികയിൽ ഉൾപ്പെടുത്തിയ ഉദ്വ തടാകം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ മരണാനന്തര ബഹുമതിയായി 2025 പത്മവിഭൂഷൺ നേടിയ മലയാള സാഹിത്യകാരനാണ് MT വാസുദേവൻ നായർ. 2025 അർജുന അവാർഡ് നേടിയ മലയാളി നീന്തൽ താരമാണ് സാജൻ പ്രകാശ്. 54ാമത് കേരള ചലച്ചിത്ര പുരസ്കാരം നേടിയ മികച്ച ചിത്രമാണ് കാതൽ. 2025 റംസാർ പട്ടികയിൽ ഉൾപ്പെടുത്തിയ ഉദ്വ തടാകം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനമാണ് ജാർഖണ്ഡ്. 27ാമത്തെ ക്വസ്റ്റ്യൻ. ഇൻവെസ്റ്റ് കേരള ആഗോള ഉച്ചകോടി 2025 നടന്നതെവിടെ? ഇൻവെസ്റ്റ് കേരള ആഗോള ഉച്ചകോടി 2025 നടന്നതെവിടെ? ബോൾഗാട്ടി. ബോൾഗാട്ടിയിലാണ് 2025 ഇൻവെസ്റ്റ് കേരള ആഗോള ഉച്ചകോടി നടന്നത്. 28ാമത്തെ ക്വസ്റ്റ്യൻ. ഇന്ത്യയുടെ 58ാമത് കടുവ സംരക്ഷണ കേന്ദ്രമായ മാധവ് നാഷണൽ പാർക്ക് ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? ഇന്ത്യയുടെ 58ാമത് കടുവ സംരക്ഷണ കേന്ദ്രമായ മാധവ് നാഷണൽ പാർക്ക് ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? മധ്യപ്രദേശ്. മധ്യപ്രദേശിലാണ് ഇന്ത്യയുടെ 58ാമത് കടുവ സംരക്ഷണ കേന്ദ്രമായ മാധവ് നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത്. 29ാമത്തെ ക്വസ്റ്റ്യൻ. സോനാമാർഗ് ടണൽ ഏത് ദേശീയപാതയിലാണ് സ്ഥിതി ചെയ്യുന്നത്? സോനാമാർഗ് ടണൽ ഏത് ദേശീയപാതയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ദേശീയപാത 1. ദേശീയപാത 1ലാണ് സോനാമാർഗ് ടണൽ സ്ഥിതി ചെയ്യുന്നത്. 30ാമത്തെ ക്വസ്റ്റ്യൻ. കേരള ഒളിമ്പിക് അസോസിയേഷന്റെ ഇപ്പോഴത്തെ അധ്യക്ഷൻ ആരാണ്? കേരള ഒളിമ്പിക് അസോസിയേഷന്റെ ഇപ്പോഴത്തെ അധ്യക്ഷൻ ആരാണ്? വി സുനിൽകുമാർ. വി സുനിൽകുമാറാണ് കേരള ഒളിമ്പിക് അസോസിയേഷന്റെ ഇപ്പോഴത്തെ അധ്യക്ഷൻ. അപ്പോൾ ഇൻവെസ്റ്റ് കേരള ആഗോള ഉച്ചകോടി 2025 നടന്നത് ബോൾഗാട്ടി. ഇന്ത്യയുടെ 58ാമത് കടുവ സംരക്ഷണ കേന്ദ്രമായ മാധവ് നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനമാണ് മധ്യപ്രദേശ്. സോനാമാർഗ് ടണൽ സ്ഥിതി ചെയ്യുന്ന ദേശീയപാതയാണ് ദേശീയപാത 1. കേരള ഒളിമ്പിക് അസോസിയേഷന്റെ ഇപ്പോഴത്തെ അധ്യക്ഷനാണ് വി സുനിൽകുമാർ. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ 30 ക്വസ്റ്റ്യൻസ്. എത്ര മാർക്ക് കിട്ടിയെന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുതും. എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അടുത്ത ദിവസം കാണാം. താങ്ക്